അച്ഛനും മക്കളും തെറ്റാൻ പോവാണ് കോൺഗ്രസ്സിൽ എന്ന് കേൾക്കുന്നു. ശരിയാണോ ചേട്ടാ അത്? അച്ഛനും മക്കളും തെറ്റാൻ പോവാണോ? ഒരു മകനായിട്ട് എന്തായാലും പുറത്തായി, അടുത്ത മകനും തെറ്റാൻ പോവാണെന്നല്ല. അച്ഛനും മക്കളും എന്ന് പറയുമ്പോൾ തന്നെ പിടികിട്ടി. വി.ഡി. സതീശനും ഷാഫിയും ഇദ്ദേഹവും തമ്മിൽ തെറ്റാൻ പോകുന്നു. ഷാഫിയും സതീശനും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റാൻ പോകുന്നു എന്നല്ല, തെറ്റി. പക്ഷെ ഷാഫി നിലവിലുള്ളിൽ തന്നെയാണ്. ഷാഫി ഇപ്പോൾ സതീശന്റെ കൂടെ ഒന്നുമല്ല, സതീശന്റെ ഗ്യാങ്ങിൽ നിന്നൊക്കെ മാറി. അതായത് ഇന്നെന്തോ യോഗം വിളിച്ചു എന്നൊക്കെ കേൾക്കുന്നു. അതായത് പാലക്കാട് ഈ പ്രശ്നം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സതീശൻ തന്നെ അറിഞ്ഞിട്ടാണോ എന്നൊരു വർത്തമാനം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് 2021 ഇങ്ങനെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും പിണറായി വിജയൻ വരുമ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് വരട്ടെ, കഴിഞ്ഞ ടീമിൽ 2016 പിണറായി സർക്കാരിൽ രമേശ് ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. അങ്ങനെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവ് ആവണം എന്ന ആഗ്രഹം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന നേതാവ് കണ്ടെത്തിയ ആൾക്കാരിൽ ഒരാളാണ് ഷാഫി. ഷാഫി ആയാലും വിഷ്ണുനാഥ് ആയാലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമായാലും പിന്നെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കണ്ടെത്തലാണ്. ഉമ്മൻചാണ്ടി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് ഒരു തേർഡ് ഐ ഉണ്ട്, മൂന്നാം കണ്ണുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് വേണ്ട ക്വാളിറ്റീസ് അദ്ദേഹം ഒരു പയ്യനായിരിക്കുന്ന ഒരാളിൽ തന്നെ അവന് അത് ഉണ്ട് എന്ന ക്വാളിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് കരുണാകരൻ ഉണ്ടായിരുന്ന പോലെ ഉണ്ടായിരുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി. അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ ആളാണ് ഈ ഷാഫി പറമ്പിൽ. ഈ ഷാഫി പറമ്പിൽ അദ്ദേഹം വയ്യാതെ കിടക്കുന്ന അവസരത്തിലാണ് 2016 രമേശ് പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. ആ പെർഫോമൻസ് നല്ലതായിരുന്ന രമേശിനെ ആക്കണ്ട, രമേശ് ആകണമെന്ന് ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹം ഉമ്മൻചാണ്ടി അറിയിക്കാനായി ഷാഫിയെ വിളിക്കുമ്പോൾ ഷാഫി ഫോൺ എടുത്തിട്ടില്ല. അതായത് വയ്യാതിരിക്കുന്ന ഉമ്മൻചാണ്ടി ഷാഫിയെ വിളിക്കുന്നു. ഷാഫി ഈ ഫോൺ എടുത്ത് ഈ കാര്യം ഷാഫിയെ പറഞ്ഞ് ഏൽപ്പിക്കാനായിട്ട് രണ്ടാമതൊരു തവണ വിളിക്കാൻ പോകുമ്പോൾ ഷാഫി ഫോൺ എടുക്കുന്നില്ല. അത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനറിയാം. അവിടെ മുതൽ ഷാഫി ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായിട്ട് ചാണ്ടി ഉമ്മനുമായിട്ട് തെറ്റുകയാണ്. എന്നിട്ട് പക്ഷേ ചാണ്ടിയുമ്മൻ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലെല്ലാം തന്നെ ഷാഫിയെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും പുറമെ പറയില്ല നിര, അതൊന്നും പുറമെ പറയില്ലല്ലോ, പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ശശി തരൂരിന് പറ്റുന്ന മണ്ടത്തരങ്ങളൊന്നും ഇവർക്ക് പറ്റില്ലല്ലോ. ഇവർക്കൊക്കെ രാഷ്ട്രീയം അറിയാമല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഫോൺ ചെയ്തിട്ട് ഫോൺ എടുക്കാതെ വരുന്ന കഥയൊക്കെ അവർ കുടുംബത്തിനറിയാം. ദെൻ ഇതിൽ ഇനി അങ്ങോട്ട് പോകുന്നതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ശ്രമം പിന്നീട് ഷാഫിയുടെ ശ്രമം പിന്നീട് വരുന്നത് വി.ഡിയെ പ്രതിപക്ഷ നേതാവാക്കുക എന്നുള്ളതാണ്. ഷാഫിയുടെ ഒറ്റപ്പിടുത്തത്തിലും കൂടെയാണ്, ഷാഫിയും കൂടെ ശ്രമിച്ചിട്ടാണ് വി.ഡി. സതീശൻ രണ്ടാമത് പ്രതിപക്ഷ നേതാവായി 2021 പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവാകുന്നത്. അതിൻ്റെ പിന്നിൽ കളിച്ച അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഷാഫിയുടേതായിരുന്നു. പിന്നീട് ഇവർ ഒരുമിച്ച് നീങ്ങി അങ്ങനെ പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിക്ക് മറ്റൊരാഗ്രഹവും കൂടെ ഉണ്ടായിരുന്നു. കെ.സി. ജോസഫിനെ പ്രതിപക്ഷ നേതാവായിട്ട് KPC പ്രസിഡൻ്റായിട്ട് കൊണ്ടുവരണം. അതായത് കെ.സി. ജോസഫ് പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സംഘത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും വിശ്വസ്തനും ഉമ്മൻചാണ്ടിയോട് ഏറ്റവും അടുപ്പവും സ്നേഹമുള്ള ഒരാളാണ് കെ.സി. ജോസഫ്. ഈ കെ.സി. ജോസഫിനെ KPC പ്രസിഡൻ്റ് ആക്കണമെന്ന് ഉമ്മൻചാണ്ടിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹവും ഷാഫി തടയിട്ടു. അപ്പോൾ ഇതെല്ലാം ഷാഫിക്കും അറിയാം, ഉമ്മൻചാണ്ടി സാറിനും അറിയാം, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫാമിലിക്കും അറിയാം. ഉമ്മൻചാണ്ടിയുടെ ഫാമിലി, ഷാഫി, ഇങ്ങനെ ഇവർക്കറിയാം. പക്ഷേ സതീശനെ ആക്കുന്നതിൻ്റെ മുന്നിൽ കളിച്ചതിന് ശേഷം പിന്നീട് രാഹുൽ മാങ്കൂട്ടവും സതീശനും വി.ഡി. സതീശനും ഷാഫിയും ഒറ്റ ടീമായിട്ട് പോവുകയാണ്. ആ ടീമാണ് നമ്മൾ കണ്ട മറ്റ് ഇലക്ഷനുകൾ, പാലക്കാട് ഇലക്ഷൻ ഒക്കെ നമ്മൾ കണ്ടത്. പിന്നീട് നിലമ്പൂർ ഇലക്ഷൻ, പാലക്കാട് ഇലക്ഷനിൽ പോലും എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ പങ്കെടുക്കാത്തതെന്ന് വെച്ചാൽ ഈ വിഷയങ്ങളൊക്കെ ഉമ്മൻചാണ്ടിയുടെ മകൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതും, വി.ഡി. സതീശന് മുമ്പ് രമേശിനെ ആക്കണമെന്ന് അവരുടെ അപ്പൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നതും ഒന്നും കേൾക്കാതിരുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് പാലക്കാട് വിട്ടിട്ട് നിലമ്പൂരിലേക്ക് ഈ പയ്യൻ ചാണ്ടി ഉമ്മൻ പ്രചരണത്തിന് പോയത്. പിന്നീട് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ഷാഫിയും വി.ഡി. സതീശനും തമ്മിൽ തെറ്റി എന്നുള്ളതിനാണ് ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. അതായത് തനിക്ക് KPC പ്രസിഡന്റ് ആകണം എന്നൊരു അമിതമായ ആഗ്രഹം ഷാഫിയുടെ മനസ്സിലുണ്ടാകുന്നു. ഷാഫി MP ആയി കഴിഞ്ഞ ശേഷം വടകര ഷാഫിയെ കൊണ്ടുപോയി നിർത്തി. ഷാഫി MP ആയി കഴിഞ്ഞ ശേഷം ഈ ഷാഫി പ്രിയങ്ക ഗാന്ധിയെ നേരിട്ട് കണ്ട് പ്രിയങ്ക ഗാന്ധിയോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു എന്നാണ് പറയുന്നത്. തനിക്ക് KPC പ്രസിഡന്റ് ആകണം. ഒരു ന്യൂനപക്ഷക്കാരൻ KPC പ്രസിഡന്റ് ആകുക, മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാൾ KPC പ്രസിഡന്റായി വരുന്നതിൻ്റെ മെറിറ്റൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലൊരു ഓപ്പറേഷൻ സതീശൻ അറിയാതെ നീക്കി. ഇത് സതീശൻ അറിയാതെ നീക്കിയത് സതീശൻ അറിയുമ്പോൾ എന്തുകൊണ്ടും പ്രതിപക്ഷ നേതാവിനേക്കാളും മേളിലേ വരത്തുള്ളൂ.
KPC പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ KPC പ്രസിഡന്റ് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവിൻ്റെ ആ പൊസിഷൻ സെയിം ഈക്വൽ പൊസിഷൻ വരും, അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയ പൊസിഷനിലേക്ക് പോകും. അത് സതീശനെ സഹിക്കില്ല. അങ്ങനെ സതീശനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നിങ്ങളാരും വളരണ്ട. അങ്ങനെ എന്നെ ഓവർടേക്ക് ചെയ്ത് നിങ്ങളാരും കയറിപ്പോകേണ്ട കാര്യമില്ല എന്ന് സതീശൻ മനസ്സിൽ തീരുമാനമെടുത്തതിൻ്റെ ആദ്യ ഘട്ടമാണ് രാഹുൽ മാങ്കൂട്ടം തെറിക്കുന്നത്. രണ്ടാം ഘട്ടം ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. അത് കോൺഗ്രസിന്റെ നിലപാടായിക്കൂടെ? ഒരിക്കലും VD സതീശൻ ഒറ്റയ്ക്കാണോ ആ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ചോദ്യമാണ്. ഒരിക്കലും ബിഹൈൻഡ് ദ കർട്ടൻ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് അറിയില്ല. അപ്പൊ ഒരിക്കലും അപ്പം VD സതീശൻ എന്നുള്ള പ്രതിപക്ഷ നേതാവിനെ നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. അടച്ചാക്ഷേപിക്കലല്ല, ഇത് ഗെയിമാണ് മീര. ഇത് അടച്ചാക്ഷേപിക്കല. നമ്മൾ VD സതീശനെ ആക്ഷേപിക്കുന്നതല്ല ഇത്. അവിടെ ഇതൊരു നമ്മൾ പറയുന്നത് പൊളിറ്റിക്സ് ആണ്. ഇതിനകത്ത് നടന്നിരിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് VD സതീശൻ. പുറത്ത് നമ്മൾ അറിയുന്നതിനും പരിമിതിയുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ കർട്ടന്റെ പിന്നിൽ എന്താന്നുള്ളത് നമുക്ക് അറിയില്ല. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. VD സതീശനുമായി അടുപ്പമുള്ള ഒരു പെൺകുട്ടിയാണല്ലോ, ഫാഷൻ ലേഡിയാണല്ലോ, ഒരു പത്രാധിപല്ല റിനി എന്ന് പറയുന്ന ഈ പെൺകുട്ടി. VD സതീശനുമായി അടുപ്പമുണ്ടല്ലോ, കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പമുണ്ടല്ലോ. ഇങ്ങനെയുള്ള എല്ലാ നേതാക്കളുമായി അടുപ്പമുള്ള ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്നാണല്ലോ ഈ പ്രതികരണം ആദ്യം വീഴുന്നത്. പിന്നെ ആരെങ്കിലും ഒരാൾ പറയട്ടെ, പിന്നീട് ബാക്കിയുള്ളവർ പറയാമെന്ന് കരുതിയിരുന്നിട്ട് ബാക്കി വന്നുകൂടായികയില്ല എന്നുള്ളത് എന്ത് തെറ്റ്? അതിനൊരു തടയിട്ടതാണ് VD സതീശൻ. സത്യത്തിൽ പിടിച്ചു അങ്ങ് പുറത്തിട്ടു. തീർച്ചയായിട്ടും ഷാഫി കളത്തിൽ കളിച്ച് ലാസ്റ്റ് ഷാഫിയും പിടിച്ച് പുറത്തിടുന്ന അവസ്ഥയിലേക്കാണ് ഷാഫിക്ക് ഇപ്പൊ പറ്റിയിരിക്കുന്നത്. ഷാഫിക്ക് ഒരു വേള ആഗ്രഹം ഉണ്ടായിരുന്നു നിയമസഭയിലേക്ക് മത്സരിക്കണം. അല്ലെ, ഇപ്പോഴും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടു. KPCCന്റെ പ്രസിഡന്റ് കാണുന്ന സമയത്ത് പാലക്കാട് വീണ്ടും മത്സരിക്കാൻ ഷാഫി തയ്യാറാണ്. എന്താണ് തീരുമാനിക്കുന്നത്? വടകര പിന്നെയും അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അല്ല, അങ്ങനെയല്ല. ഷാഫിക്ക് ഇനി പറ്റാൻ പോകുന്ന, ഷാഫി വടകരയിൽ പൂട്ടിക്കഴിഞ്ഞു. വടകര, അതാണ് സതീശൻ ചെയ്യുന്ന മറ്റൊരു നടപടി. ഷാഫിയെ വടകരയിൽ പൂട്ടിക്കഴിഞ്ഞു. ഷാഫിക്ക് ഇനി വടകര വിട്ടൊരു കളി കളിക്കാൻ പറ്റില്ല. വടകരയിൽ ഷാഫി MP ആയിട്ട് തുടരും. നീണ്ടകാലം ആ MP പദത്തിൽ തന്നെ ഇരിക്കേണ്ടി വരും. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി എന്താകും ഭാവി എന്നുള്ളത് അറിയാൻ പറ്റില്ല. കാര്യം രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും കൂടെയാണ് ഈ ഗെയിം. പ്രിയങ്കയുടെ അടുത്ത് പോയി KPC പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. KPC പ്രസിഡന്റ് ഷാഫിക്ക് ഇത്രയും വലിയ മോഹത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ നമ്മൾ ചിന്തിക്കും. അവിടെ അങ്ങനെ ഒരു മോഹം ഷാഫിക്ക് ഉണ്ടായിരുന്നു. ആ മോഹം മുളയിലെ നുള്ളിയതാണ് ഈ വിഷയത്തിൻ്റെ എല്ലാം തുടക്കമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഷാഫിയും VDയും തമ്മിൽ അകന്നു കഴിഞ്ഞു. ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞു രാഹുലും അറിഞ്ഞാണിത്. അതിൽ ഉള്ള പിന്നെ ഉള്ള ഒരു എര അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളത് വീണ്ടും അറിയിക്കുകയാണ്. KPCC പ്രസിഡന്റ് സാന്നിധ്യത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇതൊന്നും ശരിക്ക് ഒരു MP ജയിപ്പിച്ചു വിടുന്നു, MLA ഇവിടുന്ന് മാറി MP ആയിട്ട് മത്സരിക്കുന്നു, വീണ്ടും ജനങ്ങൾ വോട്ടുകളെ ഫേസ് ചെയ്യുന്നു. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ മാത്രമേ ഇങ്ങനെയുള്ള മോഹങ്ങളൊക്കെ ഉള്ളൂ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ അവിടുത്തെ സ്ഥാനം രാജിവെച്ച് ഇവിടെ വന്ന് മത്സരിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കൽ കൂടെ ഭരണത്തിലേക്ക് വരും എന്നുള്ള ഒരു തോന്നൽ, ഒരിക്കൽ കൂടി എന്നല്ല, ഇനി വരാൻ പോകുന്നത് അവസാനത്തെ ഒരു ചാൻസ് ആണ്. കോൺഗ്രസ് ഭരണത്തിൽ വരും എന്നുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടർ, ഞങ്ങൾ ജയിക്കുമെന്നൊരു തോന്നൽ, ഒരു അമിത ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ജയിച്ചേ തീരൂ. ജനങ്ങളെ സംബന്ധിച്ചും ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് ലീഗ് ആകെ UDF അതായത് ആകെ ഉള്ള സീറ്റിൽ അവർക്ക് ഉറപ്പാക്കാൻ പറ്റുന്ന ആ സീറ്റ് അത്രയും 19 സീറ്റ് അല്ലെങ്കിൽ 20 സീറ്റ് ലീഗിൻ്റെതേ ഉള്ളൂ. കോൺഗ്രസിന്റെ സീറ്റ് പോലും അവർക്ക് പറയാം ഇപ്പൊ 30 MLA. അല്ല, അത് എനിക്ക് തോന്നുന്നു ആ ഒരു തോന്നൽ ജനങ്ങൾക്ക് സ്വതവേ ഉണ്ട്. അതായത് കോൺഗ്രസ് ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി എന്ത് എന്നുള്ളത്. UDFനെ സംബന്ധിച്ച് ലീഗ് ആ കോട്ട ലീഗ് അതിനനുസരിച്ച് ഫിക്സ് ചെയ്തിട്ടേ മുന്നോട്ട് പോവുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി നേരിടാൻ പോകുന്നു. അതിനുള്ളിലേക്ക് രാഹുൽ വരുന്നു. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു പിന്നാമ്പുറക്കഥ അതിനുണ്ടെങ്കിൽ ഷാഫിയുടെ പേരും ഇനി കുറച്ച് വിമർശനങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിലേക്ക് എത്തുക. സത്യത്തിൽ UDFനെ സംബന്ധിച്ച് റീൽസ് എന്നൊക്കെ പറഞ്ഞാൽ പോലും PK ഫിറോസ്, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു ഓളമുണ്ട് ജനങ്ങൾക്കിടയിൽ. ഇവരൊക്കെ നിയമസഭയിൽ എത്തണം. നിലമ്പൂർ ആ സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് ജനങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടായൊരു തോന്നലാണത്. അപ്പോൾ അതിൽ കോൺഗ്രസ് എന്നുള്ള പ്രതിനിധി എന്നുള്ള നിലയിൽ രാഹുലിനെ സംബന്ധിച്ചും ഷാഫിയെ സംബന്ധിച്ചും ഒരു വിമർശനം ഇനിയും പാർട്ടിയിൽ നിന്ന് ഏറ്റുവാങ്ങുക എന്നത് വലിയൊരു ഘടകമാണ്. അത് ഫാക്ടറാണ്. ഇതിനെ കോൺഗ്രസിനെ ബാധിക്കാൻ പോകുന്ന വലിയൊരു ഫാക്ടർ. അവരുണ്ടാക്കുന്ന എല്ലാ ചീത്തപ്പേരും കോൺഗ്രസിനെ മൊത്തത്തിൽ ബാധിക്കുന്ന രീതിയിലേക്ക് അവർ പാർട്ടിയെ നയിച്ചു എന്നുള്ളതാണ്. എന്തായാലും കാര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്.
അവർ തമ്മിൽ അത്ര കണ്ട് അകന്നു എന്ന പക്ഷെ വാർത്തകൾ. വി ഡി പറയുന്നത് ഷാഫി കേട്ടേ മതിയാവും. പ്രതിപക്ഷ നേതാവാണ്. സണ്ണി ജോസഫ് അതുപോലെ പറയുന്നത് പാർട്ടിയിൽ അദ്ദേഹം കേൾക്കും. സീനിയറാണ്. വി ഡി അതെ, സതീശൻ എന്ന് സീനിയറാണ്. അത് പറയുന്നത് കേട്ടേ ഷാഫിയേക്കാൾ പറ്റൂ. എത്രയോ സീനിയറാണ്. സ്വന്തം ആധിപത്യം ഏകാധിപത്യം നടപ്പാക്കാൻ നോക്കിയാൽ കോൺഗ്രസിൽ വെച്ചുപുറപ്പിക്കാൻ സാധ്യതയില്ല. കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഇനി ഭരണമാണ് വേണ്ടത്. തീർച്ചയായിട്ടും. ഇത്തരത്തിൽ തൊഴുത്തിൽ കുത്തായി കഴിഞ്ഞാൽ കോൺഗ്രസ് എന്തിനു താങ്ങണം? ഇപ്പൊ രാഹുലിനെ പിടിച്ച് പുറത്തിട്ടതുപോലെ പുറത്തിടേണ്ടതാണെങ്കിൽ പുറത്തിടും. തീർച്ചയായിട്ടും. അത് തിരിച്ച് പിന്നെ അവരുടെ കഴിവ് തെളിയിച്ച് അവർ അകത്ത് കയറാനേ പറ്റൂ. അല്ല, ഇനി രാഹുൽ തെളിയിക്കട്ടെ. തെളിയിച്ച് അതെ, രാഹുൽ രാഹുലും തെളിയിക്കണം. ഷാഫി ഇപ്പൊ ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടെങ്കിൽ, ഷാഫി അതിന് മുതിരുന്നുണ്ടെങ്കിൽ ഷാഫിക്ക് പറ്റുന്ന വലിയൊരു വീഴ്ചയാവും എന്നുള്ളതാണ് സത്യം.